വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 78-ാമത്തെ വാക്യം. ഇരുളിലും മരണനിഴലിലും ഇരുന്നവർക്ക് പ്രകാശിച്ചു. ഇരുളിലും മരണനിഴലിലും ഇരുന്നവർക്ക് പ്രകാശിച്ചു. ഇരുളിലായിരുന്ന ജനത്തിന് ഒരു പ്രകാശം, ഒരു ഒളി, ഒരു വെളിച്ചം. ഇരുൾ എന്നത് വിശുദ്ധ തിരുവെഴുത്തിൽ നാം അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ ഒത്തിരി ഇടങ്ങളിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ഇരുൾ എന്നതിനെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ആരംഭത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയെന്നും ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്നും ആഴത്തിന്മേൽ ഇരുൾ ഉണ്ടായിരുന്നു എന്നും വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ഇരുൾ ഉണ്ടായിരുന്ന ഇടത്ത് ദൈവം സൃഷ്ടിച്ച ആ ഭൂമിയെ പുനഃക്രമപ്പെടുത്തുമ്പോൾ കർത്താവ് ആദ്യമായി പറയുന്ന വാചകം അല്ലെങ്കിൽ കൽപ്പന ഇങ്ങനെ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു: വെളിച്ചം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, എവിടെയാണ് ഇരുൾ ഉണ്ടാവുക? വ്യക്തമായി ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പാഴായും ശൂന്യവുമായി ഇരുന്ന ഇടത്ത് ആഴത്തിലാണ് ഇരുൾ ഉണ്ടായിരുന്നത്. പാഴും ശൂന്യവും എന്ന് പറഞ്ഞാൽ ക്രമം കെട്ട ഇടം എന്നാണ് അർത്ഥം. ക്രമം തെറ്റിയതിനെ പുനഃക്രമപ്പെടുത്തിയതാണല്ലോ സൃഷ്ടിയുടെ ആരംഭം അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം. അങ്ങനെയെങ്കിൽ ക്രമം തെറ്റിക്കിടക്കുന്ന ഇടങ്ങൾ എവിടെയാണോ അവിടെയെല്ലാം ഇരുൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് കുടുംബജീവിതമാകട്ടെ, പഠന മേഖലയാകട്ടെ, ബന്ധങ്ങളിലാകട്ടെ, ദൈവവുമായുള്ള ബന്ധത്തിലാകട്ടെ, എവിടെയാണോ ക്രമരഹിതമായി ക്രമം തെറ്റിയ അവസ്ഥകളിൽ നമ്മുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരുൾ ഉണ്ടായിരിക്കും. ഇരുട്ട് പൈശാചികനെയാണ് സൂചിപ്പിക്കുന്നത്. പൈശാചിക പ്രവൃത്തികളെയാണ് ഇരുട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. വചനം പറയുന്നു, നാം എല്ലാം വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കണം എന്നാണ്. എന്നാൽ ഇരുട്ടിന് നാം അടിമപ്പെടുമ്പോൾ, ലോകത്തിന് അടിമപ്പെടുമ്പോൾ നാം ഇരുട്ടിന്റെ മക്കളായി തീരുന്നു. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഇരുളിന്റെ ക്രമം തെറ്റിയ ഇടത്ത് അകപ്പെട്ടു പോയ നമ്മെ സകലവിധ സമാധാന മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉയരത്തിൽ ക്രിസ്തു ഉദയം ചെയ്തത്, നമ്മിലേക്ക് താണ് ഇറങ്ങി വന്നത്. അങ്ങനെയെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കുക, ജീവിതത്തിന്റെ ഇരുട്ടനുഭവങ്ങളിൽ ക്രിസ്തു ഉദയം ചെയ്താൽ അവിടെ നമുക്കൊരു നന്മ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ക്രമം തെറ്റിയ ആഴത്തിന്മേൽ ഉണ്ടായിരുന്ന ഇരുട്ടിനെ കർത്താവ് പരിഹരിച്ചത് എങ്ങനെയാണ്? വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. കർത്താവ് ഇന്നും പറയുവാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ക്രമം തെറ്റിയ ജീവിത ക്രമങ്ങളിൽ ഇരുട്ടിന്റെ പിടിയിലമർന്ന നിന്റെ ജീവിതത്തെ നോക്കി വെളിച്ചമുണ്ടാകട്ടെ എന്ന്. ആ വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.